കോൺഗ്രസിൽ നിന്ന് വന്നവരാണല്ലോ എല്ലാവരും. അൻവറിന് മറുപടി പറഞ്ഞു EMS അടക്കം കോൺഗ്രസ് ഒന്നാണെന്നുള്ളത്. നടപടികൾ എടുത്തുകൊണ്ട് അൻവറിനെ LDF നിലനിർത്തണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ അത് കറക്റ്റ് മെഷേഴ്സ് LDF എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കാൻ മുഖ്യമന്ത്രി കഴിയുന്ന ആളാണ്. ചില കാര്യങ്ങളിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അൻവറിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ ഇൻ ജനറൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ അൻവറിൻ്റെ ഈ പറയുന്നതിനെ കൂടുതൽ യുവാക്കൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു ഇതിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. JDS എന്ന പാർട്ടി പൂർണ്ണമായും BJP പോയി കഴിഞ്ഞവർ. അപ്പോൾ അവരോടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറെ വഴി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF നിന്ന് ചർച്ച വന്നിട്ടുണ്ട്. ഒരു പാർട്ടി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് മാറാൻ പറ്റില്ല. കാരണം എന്താ, അവർ JDSന്റെ ചിഹ്നത്തിൽ ബാക്കി മത്സരിച്ചുള്ള രാജിവെക്കേണ്ടി വരും. അത് NCPയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ NCPSൽ പോകാൻ പറ്റില്ല. ചാക്കോ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആദ്യം അപ്പോയിൻമെന്റ് നടത്തിയിരുന്നു. ഇലക്ഷൻ വന്നപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു, കൈ പൊക്കിയിട്ട് അത് സീക്രട്ട് ബാലറ്റിലല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ ചാക്കോ എന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. അപ്പോൾ LDFിലുള്ളവർക്കും ചാക്കോയെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ജനങ്ങളുടെ ഇടയിലും വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ പ്രധാനമായും കണ്ടൊരു വാർത്തയാണ് NCPയുടെ ക്ലോക്ക് ചിഹ്നം ഉപയോഗിച്ച് അല്ലെ ആ പതാക ഉപയോഗിച്ച് MLA ആയി മന്ത്രിയായി വന്ന ആളാണ് AK ശശീന്ദ്രൻ. അപ്പോൾ അങ്ങനെ മന്ത്രിയായ ഒരാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അതിന് PC ചാക്കോയ്ക്ക് അതിനുള്ള അധികാരമില്ല എന്നൊരു കത്ത് താങ്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നല്ലോ. അതിനെപ്പറ്റി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? 2021 NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിലാണ് ഞാനടക്കം ഞങ്ങൾ 3 പേരാണ് മത്സരിച്ചത്. അപ്പം അതിന് ശേഷമാണ് ഇത്തരത്തിൽ പാർട്ടിയിലൊരു ചെറിയ ഭിന്നാഭിപ്രായങ്ങൾ വരികയും മഹാരാഷ്ട്രയിൽ 2ആയി വിഭജിക്കപ്പെടുകയും അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ ആ കേസ് എത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അന്ന് മഹാരാഷ്ട്ര രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ താൽക്കാലികമായിട്ട് NCPയുടെ കൊടിയും ചിഹ്നവും അജിത് പവാറിനും, എന്നാൽ ശരത് പവാറിന് അത് പാർട്ടിയുടെ അന്നത്തെ 2 കൂട്ടരും പേരുള്ള സ്ട്രെങ്ത് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശരത് പവാറിന് മറ്റൊരു ചിഹ്നവും, ഇത് കൊള്ളോതുന്ന മനുഷ്യൻ എന്നുള്ള ഒരു ചിഹ്നം നൽകേണ്ടത്. അതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അത് ഈ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. അതിൽ അന്ന് കൊടുത്തിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ എടുത്തിട്ടുള്ള ആ തീരുമാനത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അജിത് പവാറിന് NCP എന്ന പാർട്ടിയും അതിൻ്റെ കൊടിയും ചിഹ്നവും നൽകുകയും ശരത് പവാറിന് ഇത്തരത്തിൽ NCP SP എന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ NCPS എന്ന് പറഞ്ഞു, പക്ഷേ NCP SP എന്നാണ് ശരത് പവാർ എന്നുള്ള നിലയ്ക്കുള്ളൊരു പാർട്ടിയുടെ പേരും അതിന് കൊള്ളൂന്ന മനുഷ്യൻ്റെ ചിഹ്നവുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ 2 പേരും NCPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. ഇപ്പോൾ JDSന്റെ വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ JDSും ഇതുപോലെ തന്നെ അവർക്ക് മറ്റൊരു പാർട്ടിയായിട്ട് പുതുതായിട്ട്, കാരണം JDSന്റെ ദേവോടെ ഓൾറെഡി BJP പോയി കഴിഞ്ഞു. പക്ഷേ NCPയിൽ അത്രയും പ്രശ്നമില്ല. കാരണം NCPയിൽ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഈ അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഇവിടെ പോലും ഞങ്ങൾ BJP കൂടെ പോയിട്ടില്ല, ഞങ്ങൾ മാറി നിൽക്കുകയാണ്. അതേപോലെ കാശ്മീരിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നല്ലോ, അവിടെ ഞങ്ങൾ 11 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. BJPക്ക് എതിരെ മത്സരിക്കുന്നുണ്ട്. നാഗാലാൻഡിലാണെങ്കിലും അതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മഹാരാഷ്ട്ര ഒഴിച്ച് ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഇലക്ഷൻ പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലക്ഷദ്വീപിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കെ JDS എന്ന പാർട്ടി പൂർണ്ണമായും BJP പോയി കഴിഞ്ഞവർ, അവരുമായിട്ടുള്ള എല്ലാ നിലയ്ക്കുള്ള തത്വത്തിൽ BJPയുടെ ഭാഗമാണ്, NDയുടെ ഭാഗമായി ചേർന്ന് കഴിഞ്ഞു. എന്നിട്ടും കൃഷ്ണൻകുട്ടി ഇവിടെ മന്ത്രിയാണ്. അപ്പോൾ അവരോടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറെ വഴി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF നിന്ന് അങ്ങനെ ചർച്ച വന്നിട്ടുണ്ട്. അതിന് ഒരു പാർട്ടി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് മാറാൻ പറ്റില്ല. കാരണം എന്താ, അവർ JDSന്റെ ചിഹ്നത്തിൽ ബാക്കി മത്സരിച്ചുള്ള രാജിവെക്കേണ്ടി വരും, അവർ നഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ ഇവർ ലയിക്കുന്ന ഒരു ഇത് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ കഴിയില്ല. അപ്പോൾ അത് ഇവിടെയും ആപ്ലിക്കബിളാണ്. അത് NCPയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ NCPSൽ പോകാൻ പറ്റില്ല. മനസ്സിലായോ? മാത്രമല്ല, അതിൽ വളരെ വ്യത്യസ്തമായ വേറെ കാര്യമുണ്ട്. ചാക്കോ NCPയുടെ
സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ആദ്യം അപ്പോയിൻമെൻറ്റ് നടത്തിയിരുന്നു. അത് താൽക്കാലിക. അത് കഴിഞ്ഞ് ഇവിടെ മെമ്പർഷിപ്പ് ഇഷ്യൂ ചെയ്തിട്ട് എലക്ഷൻ വന്നപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി. ഞങ്ങൾ തമ്മിൽ മത്സരം വന്നപ്പോൾ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു? കൈ പൊക്കിയിട്ട് അത് സീക്രട്ട് ബാലറ്റിലല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തി. അതിനെതിരെ ഞാൻ കേസിന് പോയപ്പോൾ ആ കേസിൽ അദ്ദേഹത്തിനെതിരെ വിധി വന്നിട്ടുണ്ട്. അത് എക്സ്പാട്രിയേറ്റ്, അദ്ദേഹം പിന്നെ ആ കേസിൽ പോലും പിന്നെ അധ്യാത്മ നിലയ്ക്കാണ് പോയത്. എക്സ്പാട്രിയേറ്റ് വിധി വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ആ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് NCPS എന്ന് പറഞ്ഞിട്ട് വന്നത്. NCPSൻ്റെ ദേശീയ പ്രസിഡന്റ് ശരത് പവാറാണ്. ശരത് പവാർ അദ്ദേഹത്തെ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടില്ല. മനസ്സിലാവും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അവിടെ കൂടെയുള്ള രാജം മാഷ് വൈസ് പ്രസിഡൻ്റായിരുന്നു, നേരത്തെ NCPയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നുള്ള അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള എനിക്കാ. ചാക്കോയ്ക്ക് എന്താ അധികാരമുള്ളത്? ഇപ്പോൾ 6 പേർക്ക് ലീഗൽ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പാർട്ടിക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട്. അതിനും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ഈ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നത്. അതിനെന്താ വാലിഡിറ്റി ഉള്ളത്? അതേസമയം ദേശീയ വൈസ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശാനുസരണം നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. അപ്പോൾ ചാക്കോ എന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. ചാക്കോയ്ക്ക് ഇപ്പോൾ ഒരു നിലയ്ക്കും ഇത്തരത്തിൽ ലെറ്റർ കൊടുക്കാനുള്ള അധികാരമില്ല. കാരണം അദ്ദേഹം NCPSനെയാണ് പ്രതിനിധീകരിക്കുന്നത്, NCP അല്ല. ഇവർ അന്ന് മുതൽ അല്ലെങ്കിൽ രാജിവെക്കണം, NCPയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതിന് തീർച്ചയായും ഈ സ്പ്ലിറ്റിന് ശേഷം അജിത് പവാറിന് NCPയുടെ ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നെയാണ് ഇവിടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചിട്ടുള്ളതും. അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരെ മാറ്റണമെങ്കിലും അല്ലെങ്കിൽ എന്ത് നടപടി എടുക്കണമെങ്കിലും അത് NCPയുടെ സംസ്ഥാന പ്രസിഡന്റുകൾ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ കത്തിലൂടെ മുഖ്യമന്ത്രിക്ക് വ്യക്തമാക്കിയത്. അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ. ഇവിടെ NCPയുടെ ആവശ്യത്തെ പരിഗണിക്കാതെ ചാക്കോയുടെ കത്താണ് മുഖ്യമന്ത്രി പരിഗണിക്കുന്നതെങ്കിൽ NCP എങ്ങനെയാവും ഭാവി നടപടികൾ? അല്ല, അത് നിയമപരമായിട്ട് നേരിടും. നിയമപരമായി തീർച്ചയായിട്ടും നേരിടുന്നതിലേക്ക് പോകുന്നത് ആ കത്തിന് എന്താ വിലയുള്ളത്? വളരെ വ്യക്തമാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ JDSനെ നേരെ ഇവിടെ പുതിയ പാർട്ടിയായിട്ട് അവർ കൃഷ്ണകുട്ടിക്കുന്നതിലേക്ക് നേരിട്ട് ആ പാർട്ടി ഉണ്ടായിക്കാരുന്നില്ല. അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് ലയിക്കുന്നതിനെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത്. അതും ഇതുവരെ നടന്നിട്ടില്ല. അവരിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് SPF ഒരു പാർട്ടിയിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്, അല്ലാതൊരു പുതിയ പാർട്ടി നിലനിൽക്കണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എളുപ്പമല്ല. ഇപ്പം NCPSനുള്ളിൽ വീണ്ടും ആ ഒരു സംഘടനയ്ക്കുള്ളിൽ പോലും ചാക്കോയ്ക്കെതിരെ വീണ്ടും ഒരു ചേരിതിരിവും ഒരു ഇതൊക്കെ ഇപ്പം ഈ അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ ഈ മുതിർന്ന നേതാവ് രാജനെതിരായിട്ടുള്ള നടപടി, 6 പേർക്കെതിരായ നടപടിക്കുള്ള ശുപാർശ, ഇതെല്ലാം ഉണ്ടാകുന്നല്ലോ. ഇതിനുള്ള പിന്നെ സാങ്കേതികമായ ഉത്തരവാദിത്വം അവകാശം പോലും അങ്ങ് പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയില്ലല്ലോ. ഇല്ല. അല്ല, ചാക്കോനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ചാക്കോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. മനസ്സിലായോ? അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ UDFലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. കാരണം കുറേ നാൾ കഴിഞ്ഞ് അവരെ ചതിച്ചിട്ട് പോകുന്നതാണല്ലോ. ഇവിടെ LDFിൽ തന്നെ ശശീന്ദ്രനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ അത് എളുപ്പമല്ല മുന്നോട്ട് വരും. കാരണം പണ്ടൊരിക്കൽ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്ന LDFിൻ്റെ ഉണ്ടായിരുന്ന ആൾ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചിട്ട് കോൺഗ്രസ് പോയ ആളാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്നാൽ. അപ്പോൾ LDFിലുള്ളവർക്കും ചാക്കോയെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ശശീന്ദ്രനെ സംബന്ധിച്ച് ആദ്യം പോലെ NCP, അതായത് കോൺഗ്രസിൽ നിന്ന് NCPയിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചാക്കോയോടൊരു കൂടുതൽ വിശ്വാസ്യത ചാക്കോയുടെ പ്രവർത്തനം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു ഈ PV അൻവറും അങ്ങ് കോട്ടക്കലിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണല്ലോ. PV അൻവറുമായി രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഒരു നല്ല അടുപ്പം ഉണ്ടായിരിക്കാമല്ലോ. അപ്പം PV അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, PV അൻവറുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം പൊന്നാനിയിൽ അദ്ദേഹം മത്സരിച്ചു പാർലമെൻറ്റിലേക്ക്. ആ 2019 മത്സരിച്ചപ്പോൾ കോട്ടക്കൽ മണ്ഡലം അതിൻ്റെ കീഴിലാണ് വരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ ഞാൻ കാണുന്നത് LDFന് ദോഷം ചെയ്യും എന്നാണ് എനിക്ക് കാണാനുള്ളത്. അതിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലും വലിയ
പ്രശ്നങ്ങളുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സംശയങ്ങളുടെ ഒരു മുൾമേലിലാണ് അൻവർ ഈ വിഷയങ്ങളിൽ LDF ഗവൺമെൻറ്റിനെ മുഖ്യമന്ത്രി നിർത്തിയിട്ടുള്ളത്. അപ്പം അതിന് കൃത്യമായി നടപടികൾ എടുത്തുകൊണ്ട് അൻവറിനെ LDF നിലനിർത്തണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ അത് തീർച്ചയായും ഈ വരും കാലങ്ങളിൽ, കാരണം LDF വളരെയധികം മുന്നേറ്റം അവിടെ ഞങ്ങൾ കുറേ ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോട്ടക്കലിന് 40,000 വോട്ടിൻ്റെ തോറ്റുന്ന സ്ഥലത്താണല്ലോ ഞാൻ 15,000 കൊണ്ടുവന്നു 2 പ്രാവശ്യം മത്സരിച്ചിട്ട്. അതുപോലെ തന്നെ തിരുവങ്ങാടി നിയാസ് ആണെങ്കിലും, അല്ലെങ്കിൽ ജലീലാണെങ്കിലും, അബ്ദുറഹ്മാൻ ആണെങ്കിലും, ഈ അൻവർ ആണെങ്കിലും, ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് LDF അനുകൂലമായിട്ടുള്ള ഒരു ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരുമ്പോൾ ഒട്ടനവധി ആളുകൾക്ക് അവിടെ നിന്നുള്ള പലരും വിളിക്കുമ്പോൾ അവരെല്ലാം അവരുടെ മനസ്സിൽ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇതൊരു LDF ദോഷം ചെയ്യുമെന്ന ഒരാശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പം കോട്ടക്കലാണെങ്കിലും മലപ്പുറമാണെങ്കിലും കൃത്യമായ ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള മണ്ഡലവും ജില്ലയുമാണല്ലോ. അപ്പം അൻവർ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് അത് CPM-നെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന്. മുഖ്യമന്ത്രി ആകട്ടെ പറയുന്നത് അൻവറിലെ കോൺഗ്രസ് പശ്ചാത്തലമാണ് അൻവറിനുള്ളതെന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ മറ്റൊരു ചേരിയിലേക്ക് നിർത്താനുള്ള കഴിവ് PV അൻവറിനുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതിലിപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നവരാണല്ലോ എല്ലാവരും. അൻവറിന് മറുപടി പറഞ്ഞു EMS അടക്കം കോൺഗ്രസ് വന്നാണെന്നുള്ളത്. അതല്ല പ്രശ്നം. കേരളത്തിൽ നിങ്ങൾ ഏത് ഇലക്ഷൻ എടുത്താലും ഇപ്പോൾ ഈ ഒരു തുടർഭരണം ഇപ്പോൾ ഈ പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പെല്ലാം എപ്പോഴും ഒരു മാറി മറിഞ്ഞിട്ടുള്ളവരുണ്ട്. ഒരു 2% വോട്ടിൻ്റെ ഒരു ഇത് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇത് ബാധിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. കറക്റ്റ് മെഷേഴ്സ് LDF എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്ന ആളാണ്. ചില കാര്യങ്ങളിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അൻവറിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഇപ്പോൾ ഫീഡ്ബാക്ക് പലരും സംസാരിക്കുമ്പോൾ, കാരണം ഞാനിപ്പോൾ ഒന്നിലുമില്ലാതെ മാറി നിൽക്കുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ NCP എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ LDF-ലാണ് എന്ന് പറഞ്ഞാലും അവർ ഈ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു BJP ബന്ധമുള്ളതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ളൊരു നമ്മുടെ ആളുകളെ ഇലക്ഷന് പോലും സഹകരിപ്പിക്കാത്തൊരിതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നതിൽ പലരുമായിട്ടും സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ LDF ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് മുഴുവൻ പറഞ്ഞൊന്നും വരില്ല. അല്ലെങ്കിൽ UDF ഭാഗമായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നോട് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഞാൻ ഇത്തരത്തിൽ രണ്ടിലുമല്ലാതെ നിൽക്കുന്നതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു മറുപടിയും മറ്റുമാണ് ആളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഇനി PV അൻവറൊക്കെ നടത്തുന്ന ഒരു മൂവ്മെൻറ്റിന് മനസ്സുണ്ടെങ്കിലും ഒപ്പം നിൽക്കുന്നുണ്ടോ? അങ്ങനെ PV അൻവർ ഉന്നയിച്ച 1-2 കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വലിയതുണ്ട്. അതായത് ഒന്നെന്താണെങ്കിൽ ഈ അത് പത്രങ്ങളുടെ ബാക്കിൽ അത്ര ഡിബേറ്റിൻ്റെ ബാക്കിൽ പോയിട്ടില്ല. മറ്റു പല കാര്യങ്ങളും വന്നെങ്കിലും ഇവിടെ ഒരു നെക്സസ് ഉണ്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ എത്രയോ കേസുകളുടെ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും തെളിയുന്നില്ല, പ്രശ്നങ്ങളിൽ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ നിലനിൽക്കുന്നുണ്ട്. ഒട്ടനവധി കേസുകൾ അത് അവസാനം നേതാക്കളുടെ ഇതിലേക്ക് വരുമ്പോൾ അതൊക്കെ ഇതാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് മലപ്പുറത്ത് പലരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന അതാണ് എന്നോട്. അപ്പോൾ ഞാൻ അതൊന്ന് കിട്ടിയൊരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റൊന്ന്, ഈ രാഷ്ട്രീയക്കാരെ ഇൻ ജനറൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത്തരം വിഷയങ്ങൾ ആദ്യം ഉന്നയിച്ചത് ഇടതു മുന്നണിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങും സമാനമായി ഇപ്പം PSC നിയമനവുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് മുഖ്യമന്ത്രിയോട് CPM-നോടൊക്കെ. അപ്പോൾ അൻവറിന് അന്ന് ഇപ്പോൾ ഉണ്ടായ അതേ നീതി നിഷേധം അങ്ങയ്ക്ക് മുമ്പ് PSC നിയമന വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? അല്ല, PSC നിയമന വിഷയത്തിൽ വളരെ ക്ലിയർ ആണല്ലോ. മുഖ്യമന്ത്രിക്ക് വരെ അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ തെളിവുകളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പോലും പ്രോസിക്യൂഷൻ അനുമതിക്ക് കൊടുത്തു. അത് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇതുവരെ ഗവൺമെൻറ് ആക്ട് ചെയ്തിട്ടില്ല. അതിൽ തെളിവെടുക്കേണ്ട MLA തെളിവുകളും റെക്കോർഡ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? എൻ്റെ മറ്റേ അതുമാതിരി ഇതിൽ പൈസ കൊടുക്കുന്ന കൂട്ടുന്നു പറയുന്ന ചാക്കോയുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന ബിജു ആബേലിനെ പോലുള്ള ആളുകളുടെ മാത്രമേ അന്ന് മൊഴിയെടുത്തിട്ടുള്ളൂ, വേറെ ആരും എടുത്തിട്ടില്ല. എന്നിട്ട് അതിൽ തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തെളിവുകളെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത്, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ
ഇത് ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഈ അഴിമതി നടത്തുന്നവരെ തുറന്നു കാട്ടിക്കൊണ്ട് ഇതാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളതൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് തുറന്നു കാട്ടേണ്ട ഒരവസരം നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ എൻ്റെ ഒരു വഴിക്ക് ഞാൻ അങ്ങനെ ആരോടും കാര്യങ്ങൾ പറയാമെന്നില്ല, അതിനപ്പുറത്തുള്ള ഈ വലിയ ഒരു ഇതിലേക്ക് ഞാൻ പോകാൻ തയ്യാറില്ല. കാരണം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അതിനനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നോക്കാം എന്നല്ലാതെ ഞാൻ അതിനു വേണ്ടി ഒരു ഫൈറ്റിനോ ബാക്കിലോ, എൻ്റെ ഫൈറ്റ് ഉണ്ട്, കോടതിയിലുണ്ട്, ബാക്കിൽ നടക്കുന്നുണ്ട് എന്നല്ലാതെ മറ്റൊരിലേക്ക് ഞാൻ പോയില്ല. പക്ഷെ അതിനപ്പുറമാണ് അൻവറിൻ്റെ പല കാര്യങ്ങളും അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ തീർച്ചയായും നീതിപൂർവമായ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് തന്നെയാണ്, ജനങ്ങളെങ്കിലും ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട്. ഇവിടെ അൻവർ പറഞ്ഞൊരു കാര്യം, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെക്കുന്നുണ്ട് അൻവർ. അതേസമയം NCPയും ഇപ്പം കിലയിലാകട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിയാത്മകമായിട്ടും കൃത്യമായിട്ടും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അത്തരത്തിൽ അതിന് പ്രാപ്തരായ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനത്തെയാണല്ലോ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് NCP സജ്ജമാക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു രാഷ്ട്രീയ സംഘടന ഇത്തരത്തിലൊരു സമീപനം തെരഞ്ഞെടുപ്പിനോട് കാട്ടുന്നത്? അല്ല, അതുകൊണ്ടാണെങ്കിൽ ഈ നമ്മുടെ ഗ്രാമസഭകളെക്കുറിച്ച് ഇവിടെ ആർക്കും കൃത്യമായ ബോധമില്ല. ഈ ഗ്രാമസഭകളിൽ 10% ആ ഗ്രാമസഭയിലുള്ള ആ വാർഡിലെ ആളുകൾ നിർബന്ധമായും 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ മുമ്പിൽ പങ്കെടുക്കണമെന്നുണ്ട്. പങ്കെടുത്തില്ലെങ്കിൽ ആ ഗ്രാമസഭ പൂർണ്ണമാവില്ല, ഇല്ലെങ്കിൽ വീണ്ടും അത് നടത്തണം. മനസ്സിലായോ? നടത്തപ്പെട്ട് 10% ഇല്ലെങ്കിൽ അതിൻ്റെ 50% നിർബന്ധമായിട്ട് വേണം. മാത്രമല്ല പഞ്ചായത്ത് എൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വാർഡ് മെമ്പറിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. പലയിടത്തും സെക്രട്ടറിമാരെ പങ്കെടുക്കുന്നത്. ഇതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആ മണ്ഡലത്തിലെ MLA നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്നുണ്ട്. 3 ടൈമെങ്കിലും, അത് 9 മാസങ്ങളിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്നത് പങ്കെടുത്തില്ലെങ്കിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. MLAക്കെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുക്കാം. അപ്പോൾ ഈ എന്തുകൊണ്ട് ഗ്രാമസഭ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ നിയമസഭയാണ് അസംബ്ലി പറയുന്നത്, പാർലമെൻറ്റ് ലോക്സഭ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ആ പഞ്ചായത്തിലെ ഗ്രാമത്തിലെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ഗ്രാമസഭയാണ്, അതാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതിന് അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അത് പാസ്സാക്കി എടുത്താൽ അത് പഞ്ചായത്ത് നടത്തേണ്ട കടമ പഞ്ചായത്തിനുണ്ട്. ഒഫീഷ്യൽസ് പറയുമ്പോൾ കാര്യങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ കൊടുക്കുന്നത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒഫീഷ്യൽസ്. ഇവിടെ നടക്കുന്നതല്ല, മറിച്ചാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ എത്തിച്ചുകൊണ്ട് ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവുള്ളൂ, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ മെമ്പേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്തത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒട്ടനവധി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമസഭകളിൽ കൃത്യമായ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ബേസിക് ലെവലിൽ നിന്ന് ചെയ്തുകൊണ്ട് വരണം. അതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വെറുതെ മുദ്രാവാക്യം വിളിക്കാനും അല്ലെങ്കിൽ സമരങ്ങളിൽ പങ്കെടുക്കാനും, അതായത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈസയും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് മറ്റേതും കൊടുത്തുകൊണ്ടാണല്ലോ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവരത് കഴിയുമ്പോൾ ഒരു കൂട്ടാണ്, അവരങ്ങോട്ട് പോകും. പക്ഷേ അതല്ല ആവശ്യം. ഒരു പാർട്ടിയോട് വിധേയത്തുള്ള കുറച്ച് ആളുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള എനിക്കാണ്. അപ്പോഴേ പാർട്ടി നിലനിൽക്കുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പം മന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കമുന്നയിച്ച് അങ്ങൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിലവിൽ NCPയും അങ്ങൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് എങ്ങനെയാണ് അതിനൊരു പ്രസക്തി ഉള്ളത്? അല്ല, LDFിൻ്റെ ഭാഗമാണല്ലോ. ഈ NCP വർഷങ്ങളായി LDFിൻ്റെ ഭാഗമാണ്. NCPയെ LDF ഇത് പുറത്താക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് കത്ത് തന്നിട്ടില്ലല്ലോ. NCP SP ആണ് ഇപ്പോൾ പുതിയൊരു പാർട്ടി. പക്ഷെ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ശശീന്ദ്രനും ചാക്കോയും തമ്മിൽ വളരെ അടുപ്പമായതുകൊണ്ട് മാത്രം ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇലക്ഷൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്ന് ഈ NCPനെ ഒരുമിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു ബന്ധം ഉപയോഗിച്ചിട്ട് ഇവിടെ നെഗറ്റീവായിട്ട് വരുന്നതുകൊണ്ട് മാത്രം ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലും ഞങ്ങൾ LDFനെയാണ് സഹായിച്ചിട്ടുള്ളത്. ഞങ്ങൾ മത്സരിക്കുന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും പിന്നീട് അവസാനം അത് വേണ്ടാന്ന് വെച്ചിട്ട് സഹായിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJPയുടെ കൗൺസിൽ മരിച്ചതിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീ ശിവൻകുട്ടി വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആൾക്കാരെ മാറ്റി നിർത്തുന്നതുകൊണ്ടാണ് ഞങ്ങൾ സഹകരിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവരെ കൺവീനറാക്കി, നമ്മുടെ ആളുകളെ കൺവീനറാക്കിക്കൊണ്ട് ആ ഇലക്ഷൻ അവിടെ ഇത് മാത്രമല്ല BJP ജയിച്ചെടുത്താണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉറക്കിയിട്ട് അവിടെ LDF കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ LDF പുറത്ത് പോയിട്ടില്ല, LDF തന്നെയാണ്.
വേറെ എവിടെയും പോയിട്ടില്ലോ. ഞങ്ങൾ ഇവിടെ BJP പോലും ഞങ്ങളുടെ നിന്ന് ചില ആളുകൾ BJP സഹായിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഇരുന്നല്ലോ. അത് അപ്പോൾ പോലും ഞങ്ങൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ സ്റ്റാൻഡ് എടുത്തു LDF തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LDF നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? ചില സാഹചര്യങ്ങളിൽ LDF പ്രശ്നം വരണ്ട എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഇലക്ഷന് തീരുമ്പോൾ ഞങ്ങൾ അതിൽ ചെല്ലുമ്പോൾ ഈ മഹാരാഷ്ട്ര പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഇലക്ഷനാണ്, അവിടെ ഇവരുടെ തീരുമ്പോൾ സഹായിക്കുമ്പോൾ വരുന്നത് എങ്ങോട്ടാണ് പോവുക? NDA ആണെന്നുള്ള ചോദ്യം വന്നിട്ട് LDF ഒരു പ്രശ്നത്തിൽ പ്രതികൂലമായിട്ടുള്ള ബാധിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ സ്വയം മാറിയതാണ്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ. സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് NCPയുടെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിലപാടുകളെപ്പറ്റി നമ്മളോട് സംസാരിച്ചത് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി അവർകളായിരുന്നു. എല്ലാവിധ നന്ദിയും.